യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് യേശുവിനോട്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ യേശു നിങ്ങളോട് ചോദിക്കുന്നു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ് പത്രോസ് പറഞ്ഞത്. യേശുവിൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അതെ, ആ ചോദ്യത്തിന് മുൻപിൽ, ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്കാർക്കും ഒളിച്ചോടാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ സ്നേഹം സത്യമാണ്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. യേശു തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്താണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ കൂടെ കഴിഞ്ഞ 3.5 വർഷക്കാലം ചേർത്ത് നിർത്തിയ ശിഷ്യന്മാർ തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചയിൽ തന്നെ വിട്ടകലുകയാണ്. യേശു കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. പത്രോസിന് വേണ്ടിയാണ്, അപ്പോസ്തലന്മാർക്ക് വേണ്ടിയാണ്, അതെ, എല്ലാവർക്കും വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചു, അവനെ അടക്കം ചെയ്തു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റതൊന്നും അവർക്ക് വേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3.5 വർഷം കൊണ്ട് കൂടെ നിർത്തി അവരുടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കുവാൻ, ദൈവമായിട്ടൊരു ആഴമേറിയ ബന്ധത്തിലേക്ക് അവരെ നടത്തുവാൻ യേശു കർത്താവ് നടത്തിയ പരിശ്രമങ്ങളൊക്കെ പാളിപ്പോകുന്നത് പോലെ അനുഭവപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നൊരു ശിഷ്യൻ പറഞ്ഞപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് മെജോറിറ്റി, ഭൂരിപക്ഷം പഴയ വേലയ്ക്കിറങ്ങുകയാ, പടകും വലയും ഒക്കെ എടുത്ത്. പ്രിയപ്പെട്ടവരെ, അന്ന് അവർക്കൊന്നും കിട്ടിയില്ല. യേശുവിനെ അവരാദ്യമായി കണ്ടുമുട്ടുന്ന സമയത്തും അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. യേശു അവരുടെ പടകിൽ വന്നപ്പോഴാണ് അവർക്ക് നിറവുണ്ടായത്. യേശുവിനെ കൂടാതെ വീണ്ടും പടകെടുത്ത് പോകുമ്പോൾ ആ യാത്രയിൽ വീണ്ടും അവരാ ശൂന്യത അനുഭവിച്ചു. ഒന്നും ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നടുക്കടലിൽ വലിയ ശൂന്യത അനുഭവിക്കുന്ന ശിഷ്യന്മാരെ തേടി യേശു കടലിൻ്റെ അരികത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും നഷ്ടപ്പെടുത്തില്ല കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ അവൻ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനത്തിനൊരു ഫലമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് കൂടെ നടന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ ഉറപ്പിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിന്ന് പകലിട്ടിട്ട് പോകാനല്ല. യേശു കർത്താവ് അവരെ തേടി വരികയാണ്. അങ്ങനെ ഇട്ടിട്ട് പോകില്ല. ദൈവത്തിൻ്റെ വചനം നീ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, ആ വചനത്തിലെ ജീവൻ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കൈവിടില്ല. നീ നഷ്ടപ്പെട്ടു പോകില്ല. നീ നഷ്ടപ്പെട്ടു പോകാൻ അവൻ സമ്മതിക്കില്ല. യേശു കർത്താവ് അവരുടെ അടുക്കൽ വരികയാ. പത്രോസിനെ യേശു ഒന്ന് വിളിച്ചു. പത്രോസിനോടൊരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, തിരിച്ചു പിടിക്കും കേട്ടോ. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുകയില്ല. അത്ര ശക്തിയുണ്ട് ആ സ്നേഹത്തിന്. കാൽവറിയിൽ ആ ചങ്ക് പിളർന്നൊഴുകുന്ന രക്തത്തിന് അത്ര ശക്തിയുണ്ട്. യേശുവിൻ്റെ സ്നേഹം തിരിച്ചു പിടിക്കും. പത്രോസ് പറഞ്ഞു, എനിക്ക് പ്രിയമുണ്ട്.
യേശു കൂടെ കൂടെ അത് ചോദിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് മുൻപിൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കാരണം ആ സ്നേഹം സത്യമാണ്. യേശു കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്ക് പ്രിയമുണ്ട്. അതെ, നിന്റെ അകത്തും ആ സ്നേഹമുണ്ട്. നീ ആ സ്നേഹം രുചിച്ചറിഞ്ഞവനാണ്. ഇന്ന് പകൽ നിന്റെ താഴ്ചയിൽ അവൻ നിന്നെ കൈവിടില്ല. കൈ പിടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, തിരിച്ചു പിടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, നഷ്ടപ്പെടുത്തുകയില്ല. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്ക. നീ ഇന്നലകളിൽ യേശുവിനോട് കൂടെ നടന്നപ്പോൾ യേശു ചെയ്ത ശുശ്രൂഷ കണ്ടതാണ്. യേശു എളിയവരെ, അനാഥരെ, വിധവമാരെയൊക്കെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതെ, ബലഹീനരെ താങ്ങുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ്. ഇന്ന് പകൽ നിനക്കറിയാം, ഇന്നലകളിൽ നീ അത് കണ്ടിട്ടുണ്ട്. അതെ, ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിന്നോടുള്ള ദൈവസ്നേഹം, അത് മറികടന്നു പോകാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. നാം ഓരോരുത്തരും അവനെ സ്നേഹിപ്പാൻ കടപ്പെട്ടവരാണ്. യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, അതെ, നമുക്കവനെ സ്നേഹിക്കാം. ബലഹീനരെ, ഉൾക്കരുത്തില്ലാത്തവരെ, അനാഥരെ, വിധവമാരെ, എളിയവരൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, ബലപ്പെടുത്തിക്കൊണ്ട് സ്നേഹിക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.